നമ്മൾ പിടികൂടപ്പെടാൻ പോവുകയല്ല, മറിച്ച് എന്നോടൊപ്പമുള്ളവൻ എന്റെ റബ്ബാണ്. അവന്റെ നിർദ്ദേശമനുസരിച്ചല്ലേ ഞാൻ ജീവിച്ചത്, അവന്റെ നിർദ്ദേശപ്രകാരമല്ലേ ഞാൻ നിങ്ങളെയും കൂട്ടിയിട്ട് ഫലസ്തീനും ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുള്ളത്. അവർ നമ്മളോട് അടുത്തെത്തിയിട്ടുണ്ടെങ്കിലും എന്നെയും നിങ്ങളെയും പിടികൂടാൻ അവർക്ക് സാധ്യമല്ല, കാരണം എന്നോടൊപ്പമുള്ളത് എന്റെ റബ്ബാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഫൗഹൈനാ ഇലാ മൂസ അൻ ളരിബ് ബിഅസാകൽ ബഹർ فانفلق فكان كل فرق كالطود العظيم وأزلفنا ثم الآخرين وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين. ഖുർആൻ ആ സംഭവം പറയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, കയ്യിലുള്ള വടി ഉപയോഗിച്ച് നീ മുന്നിൽ കാണുന്ന ചെങ്കടലിൽ അടിക്കണം. മുന്നിൽ കാണുന്ന ചെങ്കടലിൽ നിന്റെ വടി ഉപയോഗിച്ച്, ഒരു മനുഷ്യന്റെ കയ്യിലുള്ള ചെറിയൊരു വടി ഉപയോഗിച്ച് മുന്നിൽ കാണുന്ന പ്രവിശാലമായ ചെങ്കടൽ അടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള വടി ഉപയോഗിച്ച് അദ്ദേഹം ചെങ്കടൽ അടിക്കുന്നു. ചെങ്കടലിൽ അദ്ദേഹത്തിന്റെ വടിയുടെ സ്പർശമുണ്ടാവുന്നതോടുകൂടെ ചെങ്കടലിൽ 12 വലിയ വഴികൾ രൂപപ്പെടുന്നു. വലിയ 12 വഴികൾ രൂപപ്പെടുന്നു. നമുക്കറിയാം, ഫലസ്തീനിൽ ബനി ഇസ്രായേലിയർ താമസിച്ചിരുന്നത്. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളും അവരുടെ കുടുംബമാണ്. ആ 12 ഗോത്രങ്ങളായിട്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളുടെ 12 ഗോത്രങ്ങളായിട്ടാണ് അവർ അവിടെ കഴിഞ്ഞുകൂടുന്നത്. ഈ 12 മക്കളുടെ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി 12 വഴികൾ. ഒരു അടി മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നൽകിയപ്പോ അവിടെ രൂപപ്പെടുകയാണ്. വലിയ വഴി, ചെറിയൊരു വഴിയല്ല, ഇടുങ്ങിയ വഴിയല്ല, 12 പ്രവിശാലമായ വഴി, മല പോലുള്ള വഴി, കത്തൗദിൽ അലീം എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമും ഈ പറയുന്ന 10,000-കണക്കിന് അനുയായികളും ഇവിടെ രൂപപ്പെട്ട, അത്യത്ഭുതകരമായി രൂപപ്പെട്ട ഇന്ന മഅയ റബ്ബി, എന്നോടൊപ്പം ഉള്ളത് എന്റെ റബ്ബാണെന്ന നേതാവിന്റെ വിളിച്ചു പറച്ചിലിനെ തുടർന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് രൂപപ്പെട്ട 12 വഴികളിലൂടെ ബനി ഇസ്രായേല്യർ ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ്. അവർ മുറിച്ചു കടന്നതും അവരുടെ പിന്നാലെ ഈ വഴിയിൽ തന്നെ ഫിർഔനും സൈനികരും പ്രവേശിക്കുകയാണ്. അവർ മറുകര എത്തിച്ചേരുന്നതോടുകൂടി ഈ വഴികൾ ഇല്ലാതാവുകയാണ്. വടിയിലൂടെ രൂപപ്പെട്ട 12 വഴികൾ അതോടെ ഇല്ലാതായി തീരുകയാണ്. ആ സമുദ്രത്തിൽ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ, ഞാനാണ് ഏറ്റവും വലിയ ദൈവം, എന്നേക്കാൾ വലിയ ദൈവമാര് എന്ന് ചോദിച്ച ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, കാണുന്നില്ലേ നിന്റെ ദൈവം മുകൾ ഭാഗത്ത് നിന്ന് മഴയായി വെള്ളമിറക്കിയാൽ ആ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ നിന്റെ ദൈവത്തിന് ഭൂമിയിൽ 1 സെന്റ് സ്ഥലമില്ലല്ലോ, ഇവിടെ ഒഴുകുന്ന നദികളൊക്കെ എന്റേതല്ലേ എന്ന് പറഞ്ഞ് അഹന്ത നടിച്ച ഫിർഔൻ അവിടെ മുങ്ങിത്താഴുകയാണ്.